അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും ഇല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ ദേശീയ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി. ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ചയ്ക്ക് ഇറാൻ ശ്രമം തുടങ്ങിയെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചർച്ചയ്ക്ക് അവർ തയ്യാറാണെന്ന് പറഞ്ഞതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചിരുന്നു. ചർച്ചയ്ക്ക് ശ്രമം എന്ന അൽ ജസീറ വാർത്ത പങ്കുവച്ചാണ് ലാരിജാനിയുടെ പ്രതികരണം പുറത്തുവന്നത്. യുദ്ധം തങ്ങൾ തുടങ്ങിയതല്ല എന്നും ഇപ്പോൾ ട്രംപ് ഭയക്കുകയാണെന്നും അലി ലാരിജാനി പറഞ്ഞു. സ്വന്തം ഭാവനകൾക്ക് പുറകെ പോയി പശ്ചിമേഷ്യയെ തന്നെ ട്രംപ് കുഴപ്പത്തിലേക്ക് വിട്ടു. കൂടുതൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുമെന്ന് ഇപ്പോൾ ട്രംപ് ഭയപ്പെടുകയാണ്. അതിനാലാണ് ചർച്ചയ്ക്ക് ശ്രമം നടക്കുന്നുവെന്ന് പറയുന്നത്. ഇസ്രയേലിന്റെ അധികാരദാഹത്തിന് വേണ്ടി അമേരിക്കൻ സൈനികരെ കുരുതി കൊടുക്കുകയാണ്. ട്രംപിന്റെ നയം ഇസ്രയേൽ ഫസ്റ്റ് എന്നാണെന്നും അമേരിക്ക അല്ല എന്നും ലാരിജാനി തുറന്നടിച്ചു. അമേരിക്കയുമായി ചർച്ചയില്ലെന്നും ലാരിജാനി വ്യക്തമാക്കി. ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ പറയുന്നതോടെ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. യുദ്ധം തുടരുമെന്ന സൂചന നൽകിക്കൊണ്ട് കൂടുതൽ ഇടങ്ങളിലേക്ക് ഇറാൻ ആക്രമണം വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ആസ്ഥാനം തകർത്തുവെന്ന് അറിയിച്ച് അമേരിക്കയും രംഗത്തെത്തി. കഴിഞ്ഞ 47 വർഷത്തിനിടെ 1000-ലേറെ അമേരിക്കക്കാരുടെ ജീവനെടുത്ത ഇറാൻ സൈന്യത്തിന്റെ ആസ്ഥാനം തകർത്തുവെന്നായിരുന്നു എക്സിലൂടെ US സെൻട്രൽ കമാൻഡിന്റെ പ്രഖ്യാപനം. പാമ്പിന്റെ തല തകർത്തു. ഇറാൻ റവല്യൂഷണറി ഗാർഡിന് ഇനി ആസ്ഥാനമില്ല. അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും കരുത്തരായ സൈനിക ശക്തി എന്നായിരുന്നു പ്രസ്താവന. എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ ഇറാനെതിരായ സൈനിക നടപടികൾ തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. സൈനിക നടപടിക്ക് 4 ആഴ്ച വരെ സമയമെടുത്തേക്കാമെന്നും എന്നാൽ സംഘർഷത്തിൽ ഇറാന്റെ പുതിയ നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചർച്ചയ്ക്ക് താൽപര്യമുണ്ടെന്ന് അറിയിച്ച് ഇറാൻ തന്നെ സമീപിച്ചു എന്നായിരുന്നു ട്രംപ് വെളിപ്പെടുത്തിയത്. ഇറാനിലെ കാര്യങ്ങൾ താൻ നിശ്ചയിച്ചു കഴിഞ്ഞുവെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഇറാന്റെ ആക്രമണത്തിൽ 3 US സൈനികർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച ട്രംപ് കൂടുതൽ സൈനികർക്ക് ജീവഹാനി സംഭവിച്ചേക്കാമെന്നും ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഇറാനെതിരെ നടത്തുന്ന ഓപ്പറേഷനിൽ 24 മണിക്കൂറിനിടെ ഉപയോഗിച്ച ആയുധങ്ങളുടെയും യുദ്ധവിമാനങ്ങളുടെയും വിവരങ്ങളും US സൈന്യം പങ്കുവച്ചിട്ടുണ്ട്. B-2 സ്റ്റെൽത്ത് ബോംബറുകൾ അടക്കം ഈ പട്ടികയിലുണ്ട്. ഇറാൻ സൈന്യത്തിന്റെ ആസ്ഥാനങ്ങളും ബലിസ്റ്റിക് മിസൈലുകളുടെ കേന്ദ്രങ്ങളും അടക്കം 24 മണിക്കൂറിനിടെ തകർത്തതായും US അവകാശപ്പെടുന്നു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ സൈന്യവും ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. IRGC രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ, ഇറാൻ സൈന്യത്തിന്റെ എയർഫോഴ്സ് കമാൻഡ് സെന്ററുകൾ, ആഭ്യന്തര സുരക്ഷാ കേന്ദ്രങ്ങൾ എന്നിവയാണ് ഇസ്രയേൽ ആക്രമിച്ചത്. ഇറാന്റെ സൈനിക ശേഷിക്ക് കാര്യമായ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും സൈന്യത്തിലെ ഉന്നതരെ വധിച്ചതോടെ ഛിന്നഭിന്നമാക്കാൻ കഴിഞ്ഞുവെന്നും ഇസ്രയേൽ അവകാശപ്പെടുന്നു. ശനിയാഴ്ച ആരംഭിച്ച ഇസ്രയേൽ US സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള, സൈനിക കമാൻഡർ, പ്രതിരോധ മന്ത്രി തുടങ്ങിയ പ്രമുഖർ കൊല്ലപ്പെട്ടിരുന്നു. ഇന്നലെയാണ് 66-കാരനായ അലി റസ അറഫിക്ക് ഇറാൻ താൽക്കാലിക ഭരണ ചുമതല നൽകിയത്. പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ അറഫിക്കാകും ആ ചുമതല. USഉം ഇസ്രയേലും ആക്രമണം തുടരുന്നതിനിടെ പ്രത്യാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാനും. ഇസ്രയേലിലും ഗൾഫ് രാജ്യങ്ങളിലും ആക്രമണം നടത്തിയ ഇറാൻ പിന്നാലെ സൈപ്രസിലും ആക്രമണം നടത്തിയതായാണ് വിവരം. സൈപ്രസിലെ UK സൈനിക താവളം ലക്ഷ്യമിട്ടാണ് മിസൈലുകൾ പ്രയോഗിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2 മിസൈലുകളാണ് സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന സൈപ്രസ് ലക്ഷ്യമാക്കി പ്രയോഗിച്ചതെന്ന് UK പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറഞ്ഞു. USഉം ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഒപ്പം ചേരുന്നതായി ബ്രിട്ടൻ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സംഭവം എത്തുന്നത്. ഇത് ഗൗരവമേറിയതും വഷളായിക്കൊണ്ടിരിക്കുന്നതുമായ സാഹചര്യമാണെന്ന് പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കി. ഇന്നലെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ ആക്രമിച്ച ബഹ്റിൻ താവളങ്ങളിൽ 300 സൈനികരുണ്ടായിരുന്നു. അവയിൽ ചിലത് പതിച്ച സ്ഥലത്തു നിന്നും ഏതാനും 100 വാര അകലെയായിരുന്നു അവരെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൈപ്രസിലേക്ക് 2 മിസൈലുകൾ അയച്ചു. എന്നാൽ അവ സൈപ്രസിനെ ലക്ഷ്യമിട്ടുള്ളതായി ഞങ്ങൾ കരുതുന്നില്ല. എങ്കിലും ഇത് ഈ മേഖലയിലുടനീളം വ്യാപകമായ ആക്രമണം നടത്തുന്ന ഒരു ഭരണകൂടത്തിൽ നിന്നുള്ള ഭീഷണിയുടെ ഉദാഹരണമാണ്. അത് നടപടികളെടുക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഇറാൻ ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്നും ആണവായുധ പദ്ധതി വികസിപ്പിക്കുന്ന രീതി കണ്ടിട്ടുള്ള ആർക്കും ഈ ഭരണകൂടത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും അത് ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ചും സംശയമുണ്ടാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.